അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എഥനോൾ ഉപയോഗിച്ച് ഓടുന്നൊരു ബൈക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ബൈക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അപ്പാച്ചെ RTR 200 FI E100 എന്നാണ്. അത്യാവശ്യം നല്ല വലിയ പേരാണ്. ബൈക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,20,000 രൂപയാണ്. ബൈക്ക് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുവാണെങ്കിൽ നമുക്ക് അപ്പാച്ചെ RTR ആയിട്ട് തന്നെ സിമിലർ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വലിയ ഡിസൈനിലൊന്നും വലിയ കാര്യമായ മാറ്റമൊന്നുമില്ല. പാനൽസ് സെയിം ആണ്, എൻജിൻ സെയിം ആണ്, രണ്ടിലും പെറ്റൽ ഡിസ്ക് വരുന്നുണ്ട്. നോട്ടീസ് ചെയ്യാൻ പറ്റിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ടാങ്കിൽ വരുന്നൊരു ഗ്രീൻ കളറുള്ള ഗ്രാഫിക്സ് ആണ്. അതുപോലെ തന്നെ ടയറും മീറ്റർ കൺസോളും ചേസിയും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഒരു മേജർ ചേഞ്ച് വരുന്നത് അതിൻ്റെ ഫ്യൂവൽ ടാങ്കിലാണ്. ആദ്യം ബൈക്ക് പെട്രോളും കൊണ്ടാണ് ഓടുന്നതെങ്കിൽ ബൈക്ക് ഇപ്പോൾ ഓടുന്നത് എഥനോളും കൊണ്ടാണ്. എഥനോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എഥനോൾ എന്ന് പറഞ്ഞൊരു ബയോഫ്യൂവലാണ്. അത് മെയിനായിട്ട് കരിമ്പിൽ നിന്ന് ഷുഗർ കെയിനിൽ നിന്നൊക്കെ ഫെർമെൻറ്റേഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എഥനോൾ ടെക്നോളജി കൊണ്ട് എന്താണ് ഗുണം, എന്തുകൊണ്ട് TVS ഇങ്ങനെ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ പെട്രോളിയം പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ക്രൂഡ് ഓയിലിൽ നിന്നാണ്. അപ്പോൾ ഈ പൈസ മൊത്തം പോകുന്നത് പുറത്തുള്ള ഓയിൽ കമ്പനികൾക്കാണ്. അപ്പോൾ ഫ്യൂവൽ എഥനോൾ നോക്കുവാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നാണ്. അപ്പോൾ എഥനോൾ വാങ്ങുവാണെങ്കിൽ ഈ പൈസ മൊത്തം പുറത്തുള്ള ഓയിൽ കമ്പനികൾക്ക് പോകാതെ നമ്മുടെ കർഷകരുടെ കയ്യിലേക്ക് തന്നെ ഇത് പോകും. അപ്പോൾ ഇപ്പോഴത്തെ കർഷകരുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, അവർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കാൻ നല്ലൊരു വിപണിയോ അവരുദ്ദേശിക്കുന്ന വിലയോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എഥനോൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് കർഷകർക്കായിരിക്കും. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂവൽ ലോക്കലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ധാരാളം കരിമ്പ് പാടകളുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ എഥനോൾ ഉണ്ടാക്കുന്ന യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഗവൺമെൻറ് ഇപ്പോൾ അതിനുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പെട്രോൾ ബൈക്കിനേക്കാളും എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന ബൈക്കിന് ഹീറ്റിംഗ് കുറവാണ്. അതിനേക്കാളും പവറും കൂടുതലാണ് വണ്ടിക്ക്. 50-നും 55-നും ഇടയിലാണ് നെറ്റിൽ നോക്കിയപ്പോൾ എഥനോളിൻ്റെ പ്രൈസ് കാണാൻ സാധിച്ചത്. കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പെട്രോൾ പോലെ വെക്കുന്ന പ്രൈസ് കൂടുമെന്ന് പേടിക്കണ്ട. പിന്നെ എഥനോൾ ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എഥനോൾ ബൈക്കിന് പൊല്യൂഷൻ വളരെ കുറവാണ്. സാധാരണ ബൈക്കിൽ നിന്ന് വരുന്ന സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഗ്യാസസുകളൊന്നും എഥനോൾ ബൈക്കിൽ നിന്ന് വരില്ല. എഥനോൾ ഉപയോഗിക്കാൻ വേണ്ടി TVS ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇഞ്ചക്ടറിലുണ്ടായിരുന്ന നോർമൽ പ്ലാസ്റ്റിക്കും റബ്ബറും കമ്പോണൻസും ഒക്കെ മാറ്റി എഥനോൾ ഫ്രണ്ട്ലി ആയ സ്പെഷ്യൽ റബ്ബറും പ്ലാസ്റ്റിക്കുമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബൈക്ക് ഒന്നെങ്കിൽ നമുക്ക് 100% എഥനോളിൽ തന്നെ ഓടിക്കാം, അല്ലെങ്കിൽ 20% പെട്രോളും 80% എഥനോളും ഉപയോഗിച്ച് ഓടിക്കാവുന്നതാണ്. തുടക്കത്തിൽ ബൈക്കിൻ്റെ സെയിൽ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഉത്തർപ്രദേശിലും മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. കേരളത്തിൽ അടുത്ത് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലെ കുറേ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന ബൈക്കുകൾ ഇറങ്ങട്ടെ എന്നും എല്ലാ പമ്പുകളിലും തന്നെ എഥനോൾ അവൈലബിൾ ആവട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് പുതിയ ബൈക്കൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഡ്രൈവ് സേഫ്.